ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ അടുത്ത് പഠിക്കേണ്ടത് FL11 ലൈസൻസ് ആണ്. അപ്പോൾ ഫോറിൻ ലിക്വർ റൂൾസ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ FL3 ലൈസൻസ് വരെയാണ് നമ്മൾ പഠിച്ച് നിർത്തിയത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് FL11 ലൈസൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കയറി കാണുക. അപ്പോൾ നമുക്ക് ടൈം കളയാതെ തുടങ്ങാം. അപ്പോൾ FL11 ലൈസൻസ്. അപ്പോൾ എന്താണ് FL11 ലൈസൻസ് എന്ന് നോക്കാം. KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, റിസോർട്ടുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ, 5 സ്റ്റാർ 5 സ്റ്റാർ ഡീലക്സ്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക്. ഒന്നുകൂടി പറയാം. KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, റിസോർട്ടുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ, 5 സ്റ്റാർ 5 സ്റ്റാർ ഡീലക്സ്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക് എന്നീ സ്ഥാപനങ്ങൾക്ക് FL11 പ്രകാരമുള്ള ബിയർ അല്ലെങ്കിൽ വൈൻ പാർലറുകളുടെ ലൈസൻസ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം അനുമതി നൽകുന്നത് എക്സൈസ് കമ്മീഷണർ ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ, റിസോർട്ടുകൾ അതേപോലുള്ള സ്ഥാപനങ്ങൾക്ക് FL11 പ്രകാരമുള്ള ബിയർ അല്ലെങ്കിൽ വൈൻ പാർലറുകളുടെ ലൈസൻസ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ആരാണ് നൽകുന്നത്? എക്സൈസ് കമ്മീഷണറാണ് നൽകുന്നത്. സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ആര് കൊടുക്കുന്നു? എക്സൈസ് കമ്മീഷണർ അനുമതി കൊടുക്കുന്നു. കേരള ടൂറിസം വകുപ്പ് തരം തിരിച്ച റെസ്റ്റോറൻറ്റുകൾ നികുതി വകുപ്പിൻ കീഴിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ ഈ ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം ഏത് ലൈസൻസിൻ്റെ അടിയിൽ വരും? FL11 ലൈസൻസ് അല്ലെങ്കിൽ അവയ്ക്കൊക്കെ FL11 ലൈസൻസ് പ്രകാരം സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം ആരാണ് നൽകുന്നത്? എക്സൈസ് കമ്മീഷണറാണ് ആ ഒരു ലൈസൻസ് കൊടുക്കുന്നത്. കേരള ടൂറിസം വകുപ്പ് തരം തിരിച്ച റെസ്റ്റോറൻറ്റുകൾ നികുതി വകുപ്പിൻ കീഴിൽ. ഈ കേരള ടൂറിസം വകുപ്പ് തരംതിരിച്ചെന്ന് പറയുമ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ആയിരിക്കില്ല. ആ ഒരു പ്രത്യേക റെസ്റ്റോറൻറ്റുകൾ നികുതി വകുപ്പിൻ കീഴിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ ഈ ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഏത് ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്? FL11 ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇവയ്ക്കെല്ലാം ഈ ലൈസൻസ് പ്രകാരമുള്ള ദൂരപരിധി ബാധകമാണ്. അപ്പോൾ FL11 പ്രകാരവും എന്താണ്? ഒരു ദൂരപരിധിയുണ്ട്. അതും എന്താണ്? ഈ ഒരു FL11 പ്രകാരമുള്ള ലൈസൻസിനും ബാധകമാണ്. അപ്പോൾ എന്താണ്? ഇവയ്ക്കെല്ലാം ഈ ലൈസൻസ് പ്രകാരമുള്ള ദൂരപരിധി ബാധകമാണ്. അപ്പോൾ ഒന്നുകൂടി FL11 ലൈസൻസ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അപ്പോൾ നമ്മൾ FL11 ലൈസൻസാണ് പറഞ്ഞത്. എന്താണ് ആദ്യത്തെ പോയിന്റ്? KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, റിസോർട്ടുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ, 5 സ്റ്റാർ 5 സ്റ്റാർ ഡീലക്സ്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക് എന്നീ സ്ഥാപനങ്ങൾക്ക് എന്താണ്? FL11 പ്രകാരമുള്ള ബിയർ അല്ലെങ്കിൽ വൈൻ പാർലറുകളുടെ ലൈസൻസ് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം അനുമതി നൽകുന്ന ആരാണ്? എക്സൈസ് കമ്മീഷണറാണ്. കേരള ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറൻറ്റുകൾ നികുതി വകുപ്പിൻ കീഴിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ ഈ ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നതാണ്. ഏത് ലൈസൻസ് കീഴിലാണ്? FL11 ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇവയ്ക്കെല്ലാം ഈ ലൈസൻസ് പ്രകാരമുള്ള ദൂരപരിധി ബാധകമാണ്. ഏത്? FL11 ലൈസൻസ് പ്രകാരമുള്ള ദൂരപരിധി ബാധകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് FL11 ലൈസൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അടുത്ത് സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്കേഴ്സ് സോൾഡ് ഇൻ സ്റ്റേറ്റ്. എന്താണ് സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്കേഴ്സ് സോൾഡ് ഇൻ സ്റ്റേറ്റ്? അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്റ്റേറ്റിൽ വിൽക്കുന്ന ഫോറിൻ ലിക്കേഴ്സിൻ്റെ സ്ട്രെങ്ത്, അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ അളവല്ലെങ്കിൽ അതിൻ്റെ വോളിയം. ഇതാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമായ വിദേശ മദ്യത്തിൻ്റെ
സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത. അപ്പോൾ ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമോ ആയ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എത്രയാണ്? 35 ഡിഗ്രി അണ്ടർ പ്രൂഫാണ്. യു പി എന്ന് പറയുമ്പോൾ അണ്ടർ പ്രൂഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമോ ആയ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ കുറഞ്ഞ ഗാഢത എത്രയാണ്? 35 ഡിഗ്രി യു പി ആണ്. യു പി എന്ന് പറയുമ്പോൾ അണ്ടർ പ്രൂഫാണ്. മറ്റു മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഢത എത്രയാണ്? 25 ഡിഗ്രി യു പി ആണ്. അപ്പോൾ മറ്റു മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഢത എത്രയുണ്ട്? 25 ഡിഗ്രി യു പി ആണ്. ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത എത്രയാണ്? എത്ര ഗാഢതയിലാണ് ബിയർ വിൽക്കേണ്ടത്? അത് 6% വി. എന്താണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപേക്ഷിക വ്യാപ്തം, അല്ലെങ്കിൽ നമ്മൾ വോളിയം പെർസെൻ്റ് എന്ന് പറയും. അപ്പോൾ ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത എത്രയാണ്ട്? 6% വി. വോളിയം പെർസെൻ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത എത്രയാണ്? 6% വി ആണ്, വോളിയം പെർസെൻറ്റേജ്. അപ്പോൾ ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത എത്രയാണ്? 6% വി. വോളിയം പെർസെൻറ്റേജ്. നമ്മുടെ ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത എത്രയാണ്? 6% വി. മറ്റു മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഢത എത്രയാണ്? 25 ഡിഗ്രി യു പി അണ്ടർ പ്രൂഫ്. ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമോ ആയ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എത്രയാണ് കുറഞ്ഞ ഗാഢത? അത് 35 ഡിഗ്രി അണ്ടർ പ്രൂഫാണ്. മനസ്സിലായല്ലോ. അടുത്ത് വൈൻ ആൽക്കഹോളിക് വിൽക്കേണ്ട ഗാഢത. വൈന് നമുക്കറിയാം, വൈൻ ആൽക്കഹോളിക് ടൈപ്പ് വിൽക്കേണ്ട ഗാഢത എത്രയാണ്? 8 to 15.5% വി ആണ്, വോളിയം പെർസെൻ്റാണ്. അപ്പോൾ നമ്മുടെ വൈൻ ആൽക്കഹോളിക് വിൽക്കേണ്ട ഗാഢത എത്രയാണ്? 8 മുതൽ 15.5% വോളിയം പെർസെൻ്റാണ്. മനസ്സിലായല്ലോ. അപ്പോൾ വൈൻ ആൽക്കഹോളിക് വിൽക്കേണ്ട ഗാഢത എത്രയാണ്? 8 to 15.5% വി ആണ്, വോളിയം പെർസെൻ്റാണ്. അടുത്ത് വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13 അപ്പോൾ വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ ഫോറിൻ ലിക്കർ റൂൾസ് അല്ല, അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 13 അപ്പോൾ വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13. വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13. വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 13. അടുത്ത് വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 13 ക്ലോസ് 2. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? 13(2). വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2. അപ്പോൾ വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 13 ക്ലോസ് 2. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി. അപ്പോൾ ഓരോ മദ്യത്തിനും കൈവശം വയ്ക്കുന്നതിന് ഓരോ അളവുണ്ടല്ലോ, തോന്നുമ്പോൾ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടേബിൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഞാൻ ജസ്റ്റ് പറയാം, ജസ്റ്റ് കേട്ടാൽ മതി. അപ്പോൾ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധിയാണ്: ഒരേ സമയം കൈവശം വെച്ചിരിക്കുന്ന എല്ലാത്തരം മദ്യങ്ങളുടെയും ആകെ അളവ് 15 ലിറ്ററിൽ കൂടാൻ പാടില്ല. അപ്പോൾ നിങ്ങളതിൽ മദ്യമുണ്ടെങ്കിൽ, എത്ര മദ്യം ഉണ്ടെങ്കിലും എന്താണ്, ഏത് തരം മദ്യമാണെങ്കിലും എന്താണ്, ഏത് തരം മദ്യങ്ങളാണെങ്കിലും ആകെ അളവ് എത്രയേ ആവാൻ പാടുള്ളൂ? 15 ലിറ്റർ ആവാനേ പാടുള്ളൂ. 15 ലിറ്ററിൽ കൂടാൻ പാടില്ല.
അപ്പോൾ നിങ്ങളതിൽ മദ്യമുണ്ടെങ്കിൽ എത്ര ലിറ്റർ ആവോ, ഏതളവ് മദ്യമായി കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എത്ര ആയിരിക്കണം, 15 ലിറ്റർ ആയിരിക്കണം. അതിൽ കൂടുതലാകാൻ പാടില്ല, കൂടുതലാവാൻ പാടില്ല. 15 ലിറ്ററിൽ കൂടുതലാകാൻ പാടില്ല. മനസ്സിലായല്ലോ. അടുത്ത്, അനുമതിയില്ലാതെ 15 ലിറ്ററിൽ കൂടുതൽ മദ്യവുമായി ഒരു വ്യക്തിക്ക് യാത്രാനുമതി ഇല്ല. അപ്പോൾ അനുമതിയില്ലാതെ എന്ന് പറയുമ്പോൾ പെർമിഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇത് കിട്ടും, നമ്മൾ പറഞ്ഞ ലൈസൻസൊക്കെ കൊടുക്കും. പക്ഷേ അനുമതി ഇല്ലാതെ ഒരാൾ 15 ലിറ്ററിൽ കൂടുതൽ മദ്യവുമായി യാത്രാനുമതി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അനുമതിയില്ലാതെ 15 ലിറ്ററിൽ കൂടുതൽ മദ്യവുമായിട്ട് യാത്രാനുമതി ഇല്ല എന്നാണ് പറയുന്നത്. ലൈസൻസ്, പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്, പുനർനിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈസൻസ് ഇപ്പം ഞാൻ നമ്മുടെ കുറച്ച് മുമ്പേ പറഞ്ഞു, നമ്മൾ 15 ലിറ്ററിൽ കൂടുതൽ പെർമിറ്റോ ലൈസൻസോ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ലൈസൻസ്, പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ പോലീസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു അളവ് എന്ന് പറയുമ്പോൾ ഇപ്പം ഒരു 50 ലിറ്റർ കൊണ്ടെങ്കിൽ അവൻ അപ്പോഴെ തന്നെ പിടിക്കും. മനസ്സിലായില്ലേ. അപ്പോൾ ലൈസൻസ് ഒന്നുമില്ലാതെ നമ്മളെ കയ്യിൽ വയ്ക്കാവുന്ന അളവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളതിൽ ലൈസൻസ് ഒന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിൽ വച്ചേക്കാവുന്ന മദ്യത്തിൻ്റെ അളവാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതൊരു ടേബിളാണ്, ആ ടേബിളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ കള്ള് എത്ര ലിറ്ററാണ്, 1.5 ലിറ്റർ നമുക്ക് കൈവശം വയ്ക്കാം. അപ്പോൾ കള്ളാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ലിറ്റർ വയ്ക്കാം, 1.5 ലിറ്റർ നമുക്ക് കൈവശം വയ്ക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ എത്ര ലിറ്റർ കൈവശം വയ്ക്കാം, 3 ലിറ്റർ കൈവശം വയ്ക്കാം. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത ഫോറിൻ ലിക്വർ ആണെങ്കിൽ എത്ര ലിറ്റർ കൈവശം വയ്ക്കാം, 3 ലിറ്റർ കൈവശം വയ്ക്കാം. ബിയർ ആണെങ്കിൽ എത്ര ലിറ്റർ വയ്ക്കാം, അത് 3.5 ലിറ്റർ കൈവശം വയ്ക്കാം. അപ്പോൾ ബിയർ ആണെങ്കിൽ എത്ര എണ്ണം വയ്ക്കാം, 3.5 ലിറ്റർ. ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ. വൈനാണെങ്കിൽ എത്ര വയ്ക്കാം, അതും 3.5 ആണ്. ബിയറും വൈനും ഏകദേശം ആ ഒരു മൈൽഡ് ആയതുകൊണ്ട് എത്രയായിരിക്കും, 3.5 ലിറ്റർ. അപ്പോൾ ബിയറും വൈനും എത്രയാണ്, 3.5. പഠിച്ചു. അടുത്ത്, വിദേശ നിർമ്മിത വിദേശ മദ്യം. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യം എത്ര വയ്ക്കാം, 2.5 ലിറ്ററേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യം എത്ര വയ്ക്കാടെ, 2.5 ലിറ്റർ നമുക്ക് കൈവശം വയ്ക്കാം. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യം എത്ര വയ്ക്കാം, 2.5 ലിറ്റർ കൈവശം വയ്ക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ എന്താണ്, അത് 3 ലിറ്റർ വയ്ക്കാം. എന്നാൽ വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 2.5 ലിറ്ററേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 3 ലിറ്റർ കൈവശം വയ്ക്കാം. പക്ഷേ വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ എത്ര വയ്ക്കാവൂ, 2.5 ലിറ്ററേ കൈവശം വയ്ക്കാവൂ. അടുത്ത്, കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ എത്ര വയ്ക്കാം, 1 ലിറ്റർ കൈവശം വയ്ക്കാം. അപ്പോൾ കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ എത്ര ലിറ്റർ കൈവശം വയ്ക്കാം, 1 ലിറ്റർ കൈവശം വയ്ക്കാം. അപ്പോൾ കൊക്കോ ബ്രാൻഡി ആണെങ്കിൽ എന്താണ്, 1 ലിറ്റർ കൈവശം വയ്ക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാം, കള്ളാണെങ്കിൽ 1.5 ലിറ്റർ കൈവശം വയ്ക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ എത്ര വയ്ക്കാം, 3 ലിറ്റർ വയ്ക്കാം. ബിയർ ആണെങ്കിൽ 3.5 ലിറ്റർ കൈവശം വയ്ക്കാം. വൈനാണെങ്കിലും 3.5 ലിറ്റർ കൈവശം വയ്ക്കാം. വിദേശ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ എത്ര വയ്ക്കാം, 2.5 ലിറ്റർ കൈവശം വയ്ക്കാം. ലാസ്റ്റ് പറയുന്നതാണ് കൊക്കോ ബ്രാൻഡി, അത് കൈവശം എത്ര വയ്ക്കാം, 1 ലിറ്റർ മാത്രമേ വയ്ക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയും നമ്മുടെ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കയറ്റുമതിയാണ്. എന്തിൻ്റെ കയറ്റുമതിയായിരിക്കും, മദ്യത്തിൻ്റെ കയറ്റുമതിയായിരിക്കും. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിൻ്റ്, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. അതങ്ങനെയാണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. സ്വാഭാവികം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത പോയിന്റ്, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ അനുമതി പ്രകാരം വിദേശ മദ്യം സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ
ഒരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വിദേശ മദ്യം സംസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിദേശ മദ്യം സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി ചെയ്യാം. ഈ പെർമിറ്റ് പകർപ്പ് കയറ്റുമതി അനുവദിച്ചിരിക്കുന്ന റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പെർമിറ്റ് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പെർമിറ്റിന് എന്ത് ചെയ്യും, ആ ഒരു റേഞ്ചിലുള്ള ആ ഒരു ഏരിയയിലുള്ള ആർക്ക് അയച്ചു കൊടുക്കും, ആ റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഡെപ്യൂട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഒരു അനുമതി കൊടുക്കും. ആ അനുമതി എന്ത് ചെയ്യും, ഇപ്പോൾ കൊല്ലത്താണ് ആ ഒരു മദ്യത്തിൻ്റെ കയറ്റുമതി നടത്താൻ പോകുന്നതെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ കൊല്ലം റേഞ്ചിൻ്റെ പരിധിയിലുള്ള ആർക്ക് അയച്ചു കൊടുക്കും, നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർക്ക് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അയച്ചു കൊടുക്കും. ബാക്കി കാര്യങ്ങൾ നോക്കുന്ന ആരാണ്, നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറാണ് ബാക്കി കാര്യങ്ങൾ നോക്കുന്നത്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത് ലേബലിങ്ങും കുപ്പികളുടെ അളവിലും മാറ്റങ്ങൾ അനുവദിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനം, തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, നമ്മുടെ കേരളത്തിൽ നിന്ന് തമിഴ്നാട് സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തേക്ക് നമ്മുടെ മദ്യം കയറ്റുമതി ചെയ്യാനായിട്ട് എന്താണ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത് ലേബലിങ്ങിലും കുപ്പികളുടെ അളവിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പുറത്തോട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലോട്ടോ വിദേശ രാജ്യത്തേക്കോ നമ്മുടെ മദ്യം കയറ്റി വിടുമ്പോൾ അതിൻ്റെ സ്ട്രെങ്ത്, അതേപോലെ തന്നെ അതിൻ്റെ ലേബലിങ്, അതേപോലെ തന്നെ കുപ്പികളുടെ അളവിൽ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ അനുവദിക്കുന്നതാണ് എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. പക്ഷേ എന്ത് മാറ്റം വേണമെങ്കിലും എന്ത് ചെയ്യണം, എക്സൈസ് കമ്മീഷണറുടെ അനുമതിയോടുകൂടി മാത്രമേ എന്ത് മാറ്റങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും മാത്രമേ ഈ ഒരു പോയിന്റ് പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കയറ്റുമതി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഇറക്കുമതിയാണ്. എന്ത് ഇറക്കുമതിയെക്കുറിച്ചായിരിക്കും പറയുന്നത്? ആസ് യൂഷ്വൽ മദ്യത്തിൻ്റെ ഇറക്കുമതിയാണ്. അപ്പോൾ ഇറക്കുമതി, ഇമ്പോർട്ടിനെ കുറിച്ച് നമുക്ക് നോക്കാം. മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. ആസ് യൂഷ്വലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞാണ് എന്താണ്, കയറ്റുമതിയിലെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇറക്കുമതി എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനിപ്പോൾ കൊല്ലത്താണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ ഈ ഒരു കൊല്ലം ഏരിയയിലെ ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഒരു പെർമിറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വിദേശ മദ്യം നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവിൽ മാത്രമേ അത്തരം ഇറക്കുമതികൾ അനുവദിക്കൂ. അപ്പോൾ സംസ്ഥാനത്തിന് എക്സൈസ് തീരുവ അടയ്ക്കണം. ആ തീരുവ അടച്ചതിൻ്റെ തെളിവുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരം ഇറക്കുമതികൾ അനുവദിക്കുകയുള്ളൂ. ആരനുവദിക്കുകയുള്ളൂ? നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അനുവദിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു പോയിന്റ് പറയുന്നത്. അടുത്ത പോയിന്റ്, ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു നമ്മളൊരു വിദേശ മദ്യം ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആര് വന്ന് പരിശോധിക്കും? അതിൻ്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നതാണെന്നാണ് പറയുന്നത്. സാധ്യതയുള്ള യാത്രാരേഖകളുമായി വിദേശത്തു നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് വ്യക്തിഗത ആവശ്യത്തിനായി നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും വിദേശ നിർമ്മിത മദ്യം 1 ലിറ്ററിൽ കൂടാതെയുള്ള അളവിൽ ഇറക്കുമതി ചെയ്യാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുവെന്ന് വിചാരിക്കും. അപ്പോൾ വരുമ്പം അവർ നോർമൽ യാത്രാരേഖകളുമായിട്ട് അവർ നോർമൽ വരികയാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ വ്യക്തിപരമായ ആവശ്യത്തിനായിട്ട് നിയമപരമായി അവർ പുറത്തുനിന്ന് നമ്മുടെ ഒരു വിദേശ മദ്യം കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു മദ്യം എന്താണ്, 1 ലിറ്ററിൽ കൂടാതെയുള്ള അളവിൽ എന്ത് ചെയ്യാം, അവർക്ക് ഇറക്കുമതി ചെയ്യാം. ഈ ഇറക്കുമതി എന്ന് പറയുമ്പോൾ എന്താണ്, അവർ കൊണ്ടുവരുന്നതാണ് ഇറക്കുമതി എന്ന് പറയുന്നത്. അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ ഒരു ചെറിയൊരു കുപ്പിയെ കൊണ്ടുവരുന്ന ആ ഒരു ഇതങ്ങ് ഓർത്താൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ മെയിൻ പോയിൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു വിദേശ നിർമ്മിത മദ്യം 1 ലിറ്ററിൽ കൂടാതെയുള്ള അളവിൽ എന്ത് ചെയ്യാം, ഇറക്കുമതി ചെയ്യാമെന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറക്കുമതി എന്ന് പറയുന്നത്. ഇതാണ് ഇറക്കുമതി എന്ന് പറയുന്നത്.
നമുക്ക് ടോട്ടൽ പറഞ്ഞിട്ട് നമുക്ക് ഒന്നേന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങ് പോവാം. അടുത്ത് നമ്മൾ പഠിക്കുന്ന ഡിസ്റ്റൻസ് റൂളാണ്. എന്താണ് ഡിസ്റ്റൻസ് റൂള്? എന്താണ് ഡിസ്റ്റൻസ്? ആ വാക്കിൽ തന്നെയാണ് ഡിസ്റ്റൻസ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ് നമ്മുടെ 200 മീറ്റർ 100 മീറ്റർ ചുറ്റുള്ളത് ഒക്കെ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കുമല്ലോ, അത് തന്നെയാണ്. അതേക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് പറയാൻ പോകുന്ന ഡിസ്റ്റൻസ് റൂള്. ക്ഷേത്രങ്ങൾ, പള്ളി, മോസ്ക്, പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ 200 മീറ്ററിനുള്ളിൽ, എത്ര മീറ്ററാണ്? 200 മീറ്ററിനുള്ളിൽ വിദേശ മദ്യ വിൽപ്പനശാലകളുടെയും 400 മീറ്ററിനുള്ളിൽ കള്ള് വിൽപ്പനശാലകളുടെയും പ്രവർത്തനം അനുവദനീയമല്ല. അപ്പോൾ എന്താണ് പറയുന്നത്? ക്ഷേത്രങ്ങൾ, പള്ളി, മോസ്ക്, പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ 200 മീറ്ററിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിദേശ മദ്യ വിൽപ്പനശാലകളുടെയും അതേപോലെ തന്നെ എന്താണ് 400 മീറ്ററിനുള്ളിൽ കള്ള് വിൽപ്പനശാലകളുടെയും പ്രവർത്തനം അനുവദനീയമല്ല എന്നാണ് പറയുന്നത്. ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് 200ഉം 400ഉം. അടുത്ത പോയിന്റ്, മദ്യത്തിൻ്റെ അനുമതിയും ആവശ്യകതകളും സംബന്ധിച്ച് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമമുണ്ട്. അത് നമ്മൾ മുമ്പേ പറഞ്ഞാണ്. ഓരോ സംസ്ഥാനത്തിനും എന്താണ് അതിൻ്റെ അനുമതിയും ആവശ്യകതകളും സംബന്ധിച്ച് എന്താണ് ഓരോ സംസ്ഥാനത്തിനും ഓരോ നിയമമാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് റൂൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഡ്രൈ ഡേയ്സ് ആണ്. നമ്മൾ മുമ്പ് നോക്കിയിട്ടുള്ളതാണ്, പക്ഷേ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ച് പോകാം. സിമ്പിളാണ്. ഡ്രൈ ഡേയ്സൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്താണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്? റീറ്റെയിൽ ഷോപ്പുകൾ, ബാറുകൾ, ഹോട്ടലുകൾ, ക്ലബ്ബുകൾ തുടങ്ങി അബ്കാരി ലൈസൻസുള്ള സ്ഥാപനങ്ങളിൽ മദ്യം വിൽക്കുന്നത് സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി എന്താണ് നമ്മുടെ മദ്യം വിൽക്കുന്നത് നിരോധിക്കുന്ന ദിവസത്തെയാണെന്ത് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഇതൊക്കെ പെട്ടെന്ന് വായിച്ചു പോകാം, ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഉത്സവത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും സാധാരണയായി ഡ്രൈ ഡേകളാണ്. ഓരോ സംസ്ഥാനങ്ങളിലും നിർദ്ദിഷ്ട അവധി ദിനങ്ങൾ ഉള്ളതിനാൽ ഓരോ സംസ്ഥാനത്തിലെയും ഡ്രൈ ഡേകൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. മദ്യവിൽപ്പനയ്ക്ക് നിരോധനമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധി ജയന്തിയിൽ അന്ന്, ശ്രീനാരായണ ഗുരു ജയന്തി, അതേപോലെ തന്നെ മഹാത്മാഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനം, ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനം, പൊതു ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനായും എന്താണ് അവധിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ശ്രദ്ധിച്ചു, ചിലപ്പോൾ നിങ്ങൾക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പൊതു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും. അടുത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡിൽ വോട്ടെണ്ണൽ അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും. എല്ലാ മാസത്തിലെയും 1-ാം തീയതി കള്ളുഷാപ്പുകൾ ഒഴികെ അവധിയാണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനം, പിന്നെ ദുഃഖവെള്ളി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഫോറിൻ ലിക്കർ റൂൾസ് എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. സിമ്പിളാണ്. കാരണം നമ്മൾ അബ്കാരി ആക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് നമുക്ക് ഫോറിൻ ലിക്കർ റൂൾസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് നമുക്ക് ഒന്നുകൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് FL11 ലൈസൻസിനെ കുറിച്ചാണ്. അപ്പോൾ FL11 ലൈസൻസിനെ കുറിച്ച് പറയുമ്പോൾ KTDC ലിമിറ്റഡിൻ്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലുകൾ, റിസോർട്ടുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഡീലക്സ്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക് എന്നീ സ്ഥാപനങ്ങൾക്ക് FL11 പ്രകാരമുള്ള ബിയർ അല്ലെങ്കിൽ വൈൻ പാർലറുകളുടെ ലൈസൻസ് ആരുടെ ഉത്തരവ് പ്രകാരമാണ്? എക്സൈസ് കമ്മീഷൻ അനുമതി പ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ നൽകുന്നത്. സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം എക്സൈസ് കമ്മീഷണർ നൽകുന്നു. കേരള ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറൻറ്റുകൾ, നികുതി വകുപ്പിന് കീഴിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവ ഈ ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. ഏത് ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്? FL11 ലൈസൻസിന് കീഴിൽ പ്രവർത്തിക്കുന്നവയാണ്. ഇവയ്ക്കെല്ലാം ഈ ലൈസൻസ് പ്രകാരമുള്ള ദൂരപരിധി ബാധകമാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് സ്ട്രെങ്ത് ഓഫ് ഫോറിൻ ലിക്കേഴ്സ് സോൾഡ് ഇൻ സ്റ്റേറ്റ് ആണ്.
ഇന്ത്യൻ നിർമ്മിതമോ വിദേശ നിർമ്മിതമോ വിദേശ മദ്യത്തിൻ്റെ സംസ്ഥാനത്ത് വിൽക്കാൻ കഴിയുന്ന കുറഞ്ഞ ഗാഢത എത്രയാണ്? 35 ഡിഗ്രി UP. എന്താണ്? അണ്ടർ പ്രൂഫ്. മറ്റ് മദ്യങ്ങൾ വിൽക്കേണ്ട കുറഞ്ഞ ഗാഢത 25 ഡിഗ്രി UP ആണ്. ബിയർ വിൽക്കേണ്ട കൂടിയ ഗാഢത 6% വോളിയം % ആണ്. വൈൻ ആൽക്കഹോളിക് വിൽക്കേണ്ട ഗാഢത 8 മുതൽ 15.5% വോളിയം % ആണ്. വിദേശ മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 13. വിദേശ മദ്യം കൈവശം വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പ് 13 ക്ലോസ് 2. കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ പരിധി. ഒരേ സമയം കൈവശം വെച്ചിരിക്കുന്ന എല്ലാതരം മദ്യങ്ങളുടെയും ആകെ അളവ് എത്രയിൽ കൂടാൻ പാടില്ല? 15 ലിറ്ററിൽ കൂടാൻ പാടില്ല. അനുമതിയില്ലാതെ 15 ലിറ്ററിൽ കൂടുതൽ മദ്യവുമായി ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? യാത്രാ അനുമതി ഇല്ല. ലൈസൻസ് പെർമിറ്റോ കൂടാതെ ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എന്ത് ചെയ്തിട്ടുണ്ട്? പുനർനിർണയിച്ചിട്ടുണ്ട്. അതിൻ്റെ ടേബിൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ കുറിച്ചാണ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നൽകിയ പെർമിറ്റ് ഒഴികെ കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്തേക്കും എന്ത് ചെയ്യാൻ പാടില്ല? വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി അനുവദിക്കില്ല. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകിയ അനുമതി പ്രകാരം വിദേശ മദ്യം സംസ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കയറ്റുമതി ചെയ്യാം. ഈ പെർമിറ്റ് പകർപ്പ് കയറ്റുമതി അനുവദിച്ചിരിക്കുന്ന റേഞ്ചിൻ്റെ ചുമതലയുള്ള എക്സൈസ് ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ബാക്കി കാര്യം ആരാണ് നോക്കുന്നത്? എക്സൈസ് ഇൻസ്പെക്ടറാണ് നോക്കുന്നത്. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഒരു വിദേശ രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ സ്ട്രെങ്ത്, ലേബലിങ്ങിലും കുപ്പികളുടെയും അളവിൽ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റങ്ങൾ അനുവദനീയമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞു. എന്താണ് ഇറക്കുമതി? മദ്യം ഇറക്കുമതി ചെയ്യേണ്ട ഡിവിഷൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ നൽകുന്ന പെർമിറ്റ് ഇല്ലാതെ വിദേശ മദ്യം സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. സംസ്ഥാനത്തിന് നൽകേണ്ട എക്സൈസ് തീരുവ അടച്ചതിൻ്റെ തെളിവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇത്തരം ഇറക്കുമതികൾ അനുവദിക്കൂ. ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്യുന്ന വിദേശ മദ്യത്തിൻ്റെ ലൈസൻസി സ്റ്റോക്ക് എക്സൈസ് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നു. സാധ്യതയുള്ള യാത്രാരേഖകളുമായി വിദേശത്ത് നിന്ന് സംസ്ഥാനത്തേക്ക് വരുന്ന യാത്രക്കാർക്ക് അവരുടെ ആവശ്യത്തിനായി അല്ലെങ്കിൽ വ്യക്തിഗത ആവശ്യത്തിനായി എന്ത് ചെയ്യാൻ പറ്റും? നിയമപരമായി വാങ്ങിയ ഏതെങ്കിലും വിദേശ മദ്യം 1 ലിറ്ററിൽ കൂടാതെയുള്ള അളവിൽ ഇറക്കുമതി ചെയ്യാം. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് റൂളിനെ കുറിച്ച് പറഞ്ഞു. ക്ഷേത്രങ്ങൾ, പള്ളി, മോസ്ക്, പട്ടികജാതി പട്ടികവർഗ കോളനികളുടെ എത്ര മീറ്ററാണ്? 200 മീറ്ററിനുള്ളിൽ വിദേശ മദ്യ വിൽപ്പനശാലകളുടെയും 400 മീറ്ററിനുള്ളിൽ കള്ള് വിൽപ്പനശാലകളുടെയും പ്രവർത്തനം എന്തില്ല? അനുവദനീയം അല്ല. മദ്യത്തിൻ്റെ അനുമതിയും ആവശ്യകതകളും സംബന്ധിച്ച് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും എന്തുണ്ട്? ഓരോ നിയമങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഡ്രൈ ഡേ ആണ് പറഞ്ഞത്. എന്താണ്? റീറ്റെയിൽ ഷോപ്പുകളും ബാറുകളും ഹോട്ടലുകളും ക്ലബ്ബുകളും തുടങ്ങി അബ്കാരി ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ മദ്യം വിൽക്കുന്നത് സർക്കാർ നിരോധിക്കുന്ന ദിവസങ്ങളെയാണെന്ത് നമ്മളെന്ന് പറയുന്നത്? ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഉത്സവത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും സാധാരണയായി ഡ്രൈ ഡേകളാണ്. ഓരോ സംസ്ഥാനങ്ങളിലും എന്തായിരിക്കും? ഡ്രൈ ഡേ വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും. മദ്യവിൽപ്പനശാലയ്ക്ക് നിരോധനമുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഗാന്ധി ജയന്തി, ശ്രീനാരായണ ഗുരു ജയന്തി, മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനം, ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനം, പൊതു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലത്തിൽ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും. അടുത്ത് പറഞ്ഞ എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ്, ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡിൽ വോട്ടെണ്ണൽ അവസാനിക്കുന്ന സമയം വരെയുള്ള 48 മണിക്കൂറും വോട്ടെണ്ണൽ ദിവസം മുഴുവനും. എല്ലാ മാസത്തിലെയും 1-ാം തീയതി കള്ള് ഷാപ്പുകൾ ഒഴികെ ഡ്രൈ ഡേ ആണ്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്ന്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞ എന്താണ്? ദുഃഖ വെള്ളിയുടെ ആ ഒരു ദിവസം എന്താണ്? കേരളത്തിൽ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫോറിൻ ലിക്വർ റൂൾസിനെ കുറിച്ച് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ടോട്ടൽ സ്പെഷ്യൽ ടോപ്പിക് കഴിഞ്ഞ ഉടനെ നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് പ്രീവിയസ് ചോദ്യങ്ങളും അതേപോലെ തന്നെ എക്സ്പെക്റ്റഡ് ചോദ്യങ്ങളും നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് നമ്മൾ പറഞ്ഞ് പഠിച്ചെടുക്കുന്നതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോറിൻ ലിക്കർ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും എൻക്വയറീസ് എന്തെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പിക് ക്ലാസ് എന്ന് പറയുന്നത്. ഫോറിൻ ലിക്കർ റൂൾസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ശരി.